എന്റെയോ നിങ്ങളുടെയോ വീട്ടിലെ ഒരു പ്രിയപ്പെട്ടവനാണ് ഈ ഒരു വീർത്തുപൊട്ടാരായി ഈ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? എന്റെ വീട്ടിലെ ഒരു അവസ്ഥയാണിത് എങ്കിൽ നമ്മളൊന്ന് ചിന്തിക്കുക, ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. നമുക്കിത് തട്ടിമാറ്റാൻ സാധിക്കുമോ പ്രിയപ്പെട്ടവരെ? എല്ലാവരും സഹായിക്കണം, ഒന്ന് മാക്സിമം ഏറ്റെടുക്കവരെ. ഇതെല്ലാവർക്കും അറിയാമല്ലോ, 500 രൂപയുടെ നോട്ടാണ്. ദൈനംദിനം നമ്മള് ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ചെലവഴിക്കുന്ന ഒരു പണമാണ്, അല്ലെ? എത്രയോ പണം നമ്മൾ ആവശ്യത്തിനും അനാവശ്യത്തിനും ചെലവാക്കുന്ന ആളുകളാണ്. ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ സഹായം അഭ്യർത്ഥിക്കുന്നത്. വളരെ എമർജൻസിയായ ജീവൻ മരണ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടമ്പടിയിലെ ഹംസ എന്ന് പറയുന്ന 26 വയസ്സുകാരനായ ചെറുപ്പക്കാരൻ, ജനിച്ച അന്നു നാൾ തൊട്ട് ഇന്നേ വരെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആ പ്രിയപ്പെട്ടവന് വളരെ എമർജൻസിയായ ഓപ്പറേഷന് വേണ്ടി ഭീമമായ 15 ലക്ഷം രൂപ കണ്ടെത്തണം. നിങ്ങളോടൊക്കെ സഹായം അഭ്യർത്ഥിച്ചപ്പോൾ നിങ്ങൾ ഒരു ദിവസം കൊണ്ട് ഏകദേശം 4,60,000 രൂപ നിങ്ങൾ സഹായിച്ചിട്ടുണ്ട്. ഇനിയുള്ള 10,40,000 രൂപ നമുക്ക് എത്രയും പെട്ടെന്ന് സമാഹരിക്കേണ്ടതുണ്ട്. നമ്മുടെ മുമ്പിൽ 2 ദിവസം മാത്രമാണ്. ദയവ് ചെയ്ത് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് സ്റ്റാറ്റസ് വെച്ച്, കോമഡി വീഡിയോകൾ കാണുമ്പോൾ മറ്റെന്തൊക്കെയോ കണ്ടന്റുകൾ കാണുമ്പോൾ സ്റ്റാറ്റസ് വെക്കുന്ന ഞങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്നുള്ള പല സമ്പാദ്യവും ആവശ്യത്തിനും അനാവശ്യത്തിനും ചെലവഴിക്കുന്ന നമ്മൾ ഒരു ജീവൻ രക്ഷപ്പെടുത്താനാണ്. ആരാരുമില്ലാത്ത നിരാരംഭരായ ഒരു പണ്ഡിത കുടുംബത്തിലെ പ്രിയപ്പെട്ട അനുജന് ആരുമില്ല, അവരുടെ കയ്യിൽ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഭീമമായ സംഖ്യ അവരെടുത്ത് മുമ്പ് ചികിത്സകളൊക്കെ നടത്തിക്കഴിഞ്ഞു. ഇനിയുള്ള വളരെ എമർജൻസിയായ ചികിത്സയ്ക്ക് വേണ്ടിയാണ് നിങ്ങളുടെ മുമ്പിൽ വീണ്ടും സഹായം അഭ്യർത്ഥിക്കുന്നത്. ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും സഹായിക്കണം. ഒരു കൊച്ചനുജനെ പോലെ കരുതി ഞങ്ങളെ വീട്ടിലെ ഒരു പ്രിയപ്പെട്ടവനാണ് ഇതുപോലെ വേദന അനുഭവിക്കുന്നതെങ്കിൽ വയറൊക്കെ വീർത്ത് പൊട്ടാറായ അവസ്ഥയിലാണുള്ളത്. ഡോക്ടർമാർ എത്രയും പെട്ടെന്ന് ചികിത്സിക്കണമെന്നാണ് പറഞ്ഞത്. വല്ലാത്ത വേദനയും സങ്കടവുമാണ് പ്രിയപ്പെട്ടവരെ. എന്റെയോ നിങ്ങളുടെയോ വീട്ടിലെ ഒരു